സനോജിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടു. വടകരയിലേക്ക് എന്ന് പറയുമ്പോൾ ആരിലേക്കാണ് അത് ചെന്ന് നിൽക്കുന്നത് വെച്ചിട്ട് സനോജിന്റെ ആ സ്റ്റേറ്റ്മെന്റ് നേരത്തെ അങ്ങ് പറഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ പരമകുമാറിലേക്ക് പിടിക്കുമ്പോൾ പിന്നെ പിണറായി വിജയൻ വന്നിട്ടുണ്ടാവണം, മുകേഷ് വിടുമ്പോൾ പിണറായി വിജയൻ വന്നിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞ പോലെയുള്ള സാധനമാണ്. ഈ ഹൈപ്പോത്തറ്റിക്കലായിട്ട് എയറിൽ നിന്നൊരു ആരോപണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സനോജ് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, ഡിവൈഎഫ് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഈ ഇത് എവിടേക്കെങ്കിലും ചെന്ന് എത്തിക്കണമല്ലോ. അപ്പൊ അവരെ സംബന്ധിച്ച് ഇപ്പോൾ കോഴിക്കോടുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ തലവേദന ഇപ്പോൾ ഷാഫി പറമ്പിലൂടെ MP ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ തലവേദന. അപ്പൊ എന്ത് വന്നാലും അതിങ്ങനെ കെട്ടി വലിച്ച് ഇവിടെ കൊണ്ടുവന്ന് കെട്ടാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതതിനെ ജനങ്ങൾക്കിടയിൽ ഇഷ്യൂ എനിക്കറിയില്ല. അവർ കുറെ ആയിട്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിനാടകീയത തോന്നുന്ന കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കും. എനിക്ക് ഈ ഡിവൈഎഫിയുടെ നേതാക്കന്മാരുടെ ഏക അഭിപ്രായ വ്യത്യാസം ഒന്ന് ലളിതമായി സംസാരിക്കില്ല, രണ്ട് അതിനാടകീയത തോന്നുന്ന കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കും. അത് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് പോയിട്ട് പിന്നെ ആ അറ്റത്തോട്ട് പോകേണ്ട എന്ത് കാര്യത്തിന് അതൊക്കെ പറയാൻ ഉള്ള കാര്യം പറഞ്ഞാൽ പോലെ രാഷ്ട്രീയം പറയട്ടെ. പിന്നെ ഇത് അങ്ങോട്ട് കൊണ്ടുപോയി കെട്ടുന്നതിന്റെ ലക്ഷ്യം വേറെയാണ്. അത് പിന്നെ തിരിച്ചറിയാത്തവരല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരായാലും വടകരയിലെ ജനങ്ങളായിരുന്നതാണ്. ഇപ്പൊ കാഫിർ സ്ക്രീൻഷോട്ട് തൊട്ട് പിന്നെ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ഇവിടെ എന്ത് നടന്നാലും, ഈ പ്രദേശത്ത് എന്ത് നടന്നാലും അത് അവിടെ കൊണ്ട് കിട്ടുക എന്നുള്ളത് പറയുന്ന പോലെ അതൊരു ശരിയായ രാഷ്ട്രീയ സമീപനമല്ല. ഡിവൈഎഫ്ഐ കുറെ കൂടി ഉത്തരവാദിത്തബോധമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്നത് നല്ലതായിരിക്കും. ഈ വിഷയത്തിലൊന്ന് പ്രതികരിക്കുന്നത് നല്ലതാണ്. ഈ കാര്യം നാട്ടിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നമല്ലല്ലോ. 35,000-ഓളം വരുന്ന ചെറുപ്പക്കാരുടെ തൊഴിലവസരം പോകുന്ന ഒരു കാര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ അതിലവർക്ക് പ്രതികരണമില്ല.